എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 17ാമത്തെ സർഗത്തിലെ 15 മുതൽ 20 വരെയുള്ള 6 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇതിലൊക്കെ അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഇവിടെ ഓരോരോ ദേവന്മാര് ഓരോ പ്രത്യേകം അപ്സരസ്സുകളിലും വൃക്ഷസ്ത്രീകളിലുമൊക്കെ പുത്രന്മാരെ ജനിപ്പിച്ചു. അവരൊക്കെ ശ്രീരാമനെ സഹായിച്ചുകൊണ്ട് രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ എത്തിച്ചേർന്നു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആ വിഷയമൊക്കെ തന്നെയാണ്. ആരൊക്കെ ആരെ ജനിപ്പിച്ചു, ആരൊക്കെയായിരുന്നു മിടുക്കന്മാരായിട്ടുള്ള കവീന്ദ്രന്മാരെ എന്നൊക്കെ പറയാണ്. നമുക്ക് ആദ്യം 15ാമത്തെ ശ്ലോകം നോക്കാം. വരുണോ ജനയാമാസ സുഷേണം നാമവാനരം ശരഭം ജനയാമാസ പർജന്യസ്തു മഹാബല. വരുണദേവൻ ആരെയാണ് ജനിപ്പിച്ചത്? സുഷേണം നാമവാനരം ജനയാമാസ. ഇന്ദ്രൻ ബാലിയെയും സൂര്യൻ സുഗ്രീവനെയും ഒക്കെ ജനിപ്പിച്ച കഥകൾ കഴിഞ്ഞ ദിവസം കണ്ടുല്ലോ. അതുപോലെ വരുണദേവൻ ആരിലാണെന്ന് പറയണില്ല. അപ്സര സ്ത്രീകളിലെ മുഖ്യങ്ങളായിട്ടുള്ള ഏതെങ്കിലും അപ്സര സ്ത്രീകളിലായിരിക്കാം. അവരിൽ ഒരാളിൽ സുഷേണം നാമവാനരം ജനയാമാസ. സുഷേണൻ എന്നു പേരുള്ള ഒരു വാനരനെ ജനിപ്പിച്ചു. സുഷേണൻ അവരുടെ കൂട്ടത്തിലെ വൈദ്യനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് വേണ്ടത്ര ചികിത്സകൾ യുദ്ധ സന്ദർഭങ്ങളിലൊക്കെ രാമാദികൾക്കൊക്കെ മുറിവേൽക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന് വേണ്ടത്ര ചികിത്സകൾ കൊടുത്തതൊക്കെ സുഷേണനാണ് എന്ന് പറയുന്നുണ്ട്. കൂട്ടത്തിൽ കേട്ടിട്ടില്ല. ബാക്കി എല്ലാവരെ പറ്റിയിട്ടും കുറേശ്ശെയൊക്കെ കേട്ടിട്ടുണ്ട്. ശരഭൻ എന്ന പേരുള്ള ഒരു വാനരൻ ഉണ്ടായിരുന്നു അത്രേ. ആ ശരഭനെ ജനിപ്പിച്ചതാരാണ്? പർജന്യസ്തു മഹാബല. പർജന്യൻ എന്നു പേരുള്ള ഒരു ദേവനാണ്. പർജന്യം എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം മേഘം എന്നാണ്. വർഷത്തിന് കാരണക്കാരനായിട്ടുള്ള മറ്റൊരു ദേവൻ. വരുണദേവനും ഇന്ദ്രനുമൊക്കെ വർഷത്തിന് കാരണക്കാരനാണ്. അതുപോലെ തന്നെ പർജന്യദേവനുമാണത്രേ. ആ പർജന്യദേവന്റെ പുത്രനായിട്ട് ശരഭൻ എന്നു പേരുള്ള ഒരു വാനരൻ ജനിച്ചു. അടുത്തത് വളരെ വിശേഷപ്പെട്ട ഒരു വാനരന്റെ ജനനത്തെ പറ്റിയാണ് പറയണത്. നമുക്ക് 16ാമത്തെ ശ്ലോകം നോക്കാം. മാരുതസ്യൗരസ ശ്രീമാൻ ഹനുമാൻ നാമവാനര വജ്രസംഹനനോ വേദോ വൈനതേയ സമോജവേ സർവവാനരമുഖ്യേഷു ബുദ്ധിമാൻ ബലവാനപി തേ സൃഷ്ടാ ബഹുസാഹസ്ര ദശഗ്രീവവധോദ്യതാ. 16ഉം 17ഉം കൂടി ഒരുമിച്ച് പറഞ്ഞാലൊരു അർത്ഥം വ്യക്തമാവും. അടുത്തതായിട്ട് 2 വാനരന്മാരുടെ കാര്യം പറഞ്ഞുല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ. 2 പേരാണ് സുഷേണനും ശരഭനും. അത് കഴിഞ്ഞിട്ട് പറയാണ് വളരെ ബലവാനായിട്ടുള്ളൊരു വാനരൻ ആ കൂട്ടത്തിൽ ജനിച്ചു. അതാരായിരുന്നു? ശ്രീമാൻ ഹനുമാൻ. ഐശ്വര്യസമ്പന്നനായിട്ടുള്ള ശ്രീമാനായിട്ടുള്ള ആ ഒരു കൂട്ടത്തിലേക്ക് വന്നതോടു കൂടിയിട്ട് വാനരക്കൂട്ടങ്ങളുടെ ഐശ്വര്യമാണ് വർദ്ധിച്ചത്. അങ്ങനെയുള്ള ശ്രീമാൻ ഹനുമാൻ. ഹനുമാൻ എന്നല്ല പറയണത്, ഇവിടെ ഹനുമാൻ എന്ന് തന്നെയാണ് എടുത്ത് പറയണത്. നു എന്ന് ദീർഘണ്ട്. ഹനുമാൻ എന്നു പേരുള്ള വാനരനെ ജനിപ്പിച്ചതാരാണ്? മാരുതനാണ് ജനിപ്പിച്ചത്. മാരുതൻ കാറ്റ്. മാരുതൻ എന്നൊക്കെ പറഞ്ഞാൽ കാറ്റ് എന്നാണ് അർത്ഥം. വായുദേവന്റെ പുത്രനായിട്ട്, കാറ്റിൻ്റെ പുത്രനായിട്ട് ഹനുമാൻ ജനിച്ചു. ഹനുമാൻ എങ്ങനെയുള്ള ആളാണ്? വജ്രസംഹനനോപേതോ വൈനതേയ സമോ ജവേ. ശ്രീമാൻ എന്ന് ചേർത്ത് പറയുന്നുണ്ട്. വളരെ ഐശ്വര്യവാനായിരുന്നു. അതോടൊപ്പം തന്നെ വജ്രസംഹനനോപേത, വജ്രം പോലെയുള്ള കഠിനമായിട്ടുള്ള ശരീരം, ആരെക്കൊണ്ടും വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ പറ്റാത്തതായിട്ട് അത്രയ്ക്ക് ശക്തനായിട്ടുള്ള ഒരു വാനരനായിരുന്നു ഹനുമാൻ. ശക്തമായിരുന്നു ശരീരം. അതോടൊപ്പം വൈനതേയ സമോ ജവേ. ജവത്തിൽ, ജപം എന്ന് പറഞ്ഞാൽ വേഗത. വേഗതയുടെ കാര്യത്തിൽ ആരെ പോലെയായിരുന്നു? വൈനതേയൻ എന്ന് പറഞ്ഞാൽ ഗരുഡനാണ്, വിനതയുടെ പുത്രൻ. ഗരുഡനോടൊപ്പം വേഗതയുള്ളവനും ഐശ്വര്യവാനുമായിട്ടുള്ള മാരുതി ജനിച്ചു വായുദേവനിൽ നിന്ന്. അദ്ദേഹത്തിനോളം മിടുക്കനായിട്ടുള്ള, കഴിവുറ്റ, ശക്തിമാനായിട്ടുള്ള, ബുദ്ധിയുള്ള കുരങ്ങന്മാർ അധികമൊന്നും ഉണ്ടായിരുന്നില്ല ആ കൂട്ടത്തിൽ. അങ്ങനെ ഒരാൾ മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ആരായി തീർന്നു? സർവവാനരമുഖ്യേഷു ബുദ്ധിമാൻ ബലവാനപി. അവിടെ ഉണ്ടായിരുന്ന, അതായത് ഭൂമിയിൽ വന്ന് ശ്രീരാമനെ സഹായിക്കാൻ വേണ്ടി ജനിച്ച വാനരക്കൂട്ടങ്ങളിൽ വെച്ച് ഏറ്റവും മുഖ്യനായി തീർന്നു അങ്ങനെ മാരുതി.
അതാണ് സർവ്വവാനരമുഖ്യേഷു. ആ വാനരന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പ്രമുഖനായി, ബുദ്ധിമാനായി, ബലവാനായി അങ്ങനെ ഒരു കുരങ്ങൻ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഹനുമാനെ ഒരു കുരങ്ങൻ എന്നൊന്നും പറഞ്ഞ് വില കുറച്ച് കാണരുത്, അങ്ങനെ പറയാൻ തന്നെ പറ്റുന്നില്ല. മറ്റുള്ളവരെക്കാളൊക്കെ എത്രയോ വലിയ ശക്തിമാനും ബുദ്ധിമാനും ഒക്കെ ആയിരുന്നു ശ്രീമാൻ ഹനുമാൻ എന്നുള്ളത് കവികൾ തന്നെ പാടിപ്പുകഴ്ത്തുന്നുണ്ട്. എന്നിട്ട് പറയാണ്, തേ സൃഷ്ട ബഹുസാഹസ്ര ദശഗ്രീവ വധോദ്യത. തേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് വാനരന്മാർ, അനവധി കുരങ്ങന്മാർ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ട്? ദശഗ്രീവ വധോദ്യതാഹ, ദശഗ്രീവനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട്. ദശഗ്രീവൻ രാവണനാണ്. രാവണനെ വധിക്കാൻ ശ്രീരാമന് സഹായികളായിട്ട് ധാരാളം വാനരന്മാരെ ഭൂമിയിൽ ഈ ദേവന്മാരുടെ വരവോട് കൂടിയിട്ട്, ഈ അപ്സരസുകളുമായിട്ടുള്ള സംഗമത്തോട് കൂടിയിട്ട് ധാരാളം വാനരന്മാരെ ഭൂമിയിൽ ജനിച്ചു എന്നാണ് പറയണത്. നമുക്ക് 18ാമത്തെ ശ്ലോകം നോക്കാം. അപ്രമേയ ബലാവീരാ വിക്രാന്ത കാമരൂപിണ തേ ഗജാചല സംകാശാവ പുഷ്മന്തോ മഹാബല. അവരുടെയൊക്കെ ഒരു രൂപവും ഭാവവും ഒക്കെ പറയാണ്. അപ്രമേയ ബലാഹ, ഓരോരുത്തർക്കും എത്രണ്ടും ബലമുണ്ട് എന്നുള്ളതൊന്നും അളക്കാൻ പറ്റില്ലായിരുന്നു. അതാണ് അപ്രമേയ ബലാഹ. പ്രമേയം എന്ന് പറഞ്ഞാൽ പ്രമ കൊണ്ട് അറിയാവുന്നത്, ബുദ്ധി കൊണ്ട് അളന്നെടുക്കാവുന്നത്. അപ്രമേയം എന്ന് പറഞ്ഞാൽ എത്രയാണ് ശക്തി, എത്രയാണ് ബുദ്ധി എന്നൊന്നും അളക്കാൻ പറ്റാത്തവർ എന്നർത്ഥം. അപ്രമേയ ബലാഹ വീരാഹ, അവർ വീരന്മാരുമായിരുന്നു. വിക്രാന്താഹ, നല്ല പരാക്രമണശീലം, മറ്റുള്ളവരെയൊക്കെ വെന്ന് ജീവിക്കാൻ കഴിവുള്ളവരായിരുന്നു. മാത്രമല്ല അവർ കാമരൂപികളായിരുന്നു. കാമരൂപിണ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് രൂപം മാറാൻ പറ്റുന്നവരെയാണ് കാമരൂപികൾ എന്ന് പറയാം. മേഘത്തിനെയൊക്കെ പറയും കാമരൂപനാണ് അങ്ങ് എന്ന് യക്ഷൻ പറയുന്നുണ്ട്. സ്വന്തം കാമത്തിന്, ഇഷ്ടത്തിനനുസരിച്ച് രൂപം മാറാൻ കഴിവുള്ളവരായിരുന്നു ഈ വാനരന്മാർ. അവർ തേ ഗജാചല സംകാശാഹ, വാനരന്മാരാണ്, പേരുകൊണ്ട് മാത്രമേ ഉള്ളൂ. അവരെ കണ്ടാൽ ഒരാനയാണെന്നോ പാറക്കെട്ട് പോലെയൊക്കെ തോന്നിക്കുന്ന അത്രയ്ക്ക് വലിപ്പമുള്ളവരായിട്ടുള്ള കുരങ്ങന്മാർ. അതാണ് ഗജാചല സംകാശാവ പുഷ്മന്തോ മഹാബലാഹ, മഹാബലീയന്മാരായിട്ട്, കണ്ടാൽ ആനയെന്നോ പാറക്കെട്ട് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന അത്രയ്ക്ക് വലിപ്പത്തിലുള്ള കുരങ്ങന്മാരാണ് ദശഗ്രീവനെ അഥവാ രാവണനെ വധിക്കാൻ സഹായികളായിട്ട് ഭൂമിയിൽ ജന്മമെടുത്തത്. എന്നിട്ട് പറയാണ്, ഋക്ഷവാനരഗോപുച്ഛാഹ ക്ഷിപ്രമേവാഭിജജ്ഞിരേ യസ്യ ദേവസ്യ ദ്രൂപം വേഷോ യശ്ച പരാക്രമ. ഓരോരുത്തരും വാനരന്മാരായിട്ടും വൃക്ഷങ്ങളൊക്കെ ആയിട്ടാണ് ജനിച്ചത്. പൊതുവേ വാനരന്മാരെന്നാണ് പറയുകയെങ്കിലും ജാമ്പവാനൊക്കെ കരടിയായിരുന്നു, വൃക്ഷമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറയാണ് ഋക്ഷവാനര ഗോപുച്ഛാഹ, വൃക്ഷങ്ങൾ, വാനരന്മാർ. അതുപോലെ മറ്റൊരു കൂട്ടരായിട്ട് പറയാണ് ഗോപുച്ഛന്മാർ. ഗോപുച്ഛം എന്ന് പറഞ്ഞാൽ ഗോലാങ്കൂലന്മാർ, ഗോപുച്ഛന്മാർ എന്നൊക്കെ പറഞ്ഞാൽ പശുവിനെ പോലെ നല്ല നീണ്ട വാലുള്ള അങ്ങനെയൊക്കെ ചില കുരങ്ങന്മാരുണ്ടായിരുന്നു അത്രേ. അവരെയൊക്കെ ഈ ഹനുമാൻ കുരങ്ങുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പേരിട്ട കുരങ്ങുകളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേക തരത്തിൽ വലിപ്പവും രൂപത്തിലും ഒക്കെ വ്യത്യാസമുള്ള കുരങ്ങന്മാർ. കണ്ടാൽ പിൻഭാഗം കണ്ടാൽ നമ്മൾ പറയാറുണ്ടല്ലോ സിംഹവാലൻ കുരങ്ങൻ എന്ന്. പിൻഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ വാലൊക്കെ കണ്ടാൽ ഒരു സിംഹത്തിനെ പോലെ ഇരിക്കും, പക്ഷേ കുരങ്ങാണ് താനും. അതുകൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകൾ എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഗോപുച്ഛന്മാർ, ഗോലാങ്കൂലന്മാർ എന്ന് പറഞ്ഞാൽ പശുക്കളുടെ വാല് പോലത്തെ വാലോട് കൂടിയിട്ടുള്ള ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള കുരങ്ങുകൾ. അവരൊക്കെ തന്നെ ക്ഷിപ്രമേവ അഭിജജ്ഞിരേ, അങ്ങനെ ധാരാളം പേര് ഭൂമിയിൽ ജനിക്കുകയുണ്ടായി. പലതരത്തിൽ, പല ഭാവത്തിൽ, പല രൂപത്തിലുള്ള കുരങ്ങന്മാർ ഭൂമിയിൽ ജനിച്ചു. എന്നിട്ടോ അവരൊക്കെ യസ്യ ദേവസ്യ യദ്രൂപം വേഷോ യശ്ച പരാക്രമ, ഏതൊരു ദേവനിൽ നിന്നാണോ അവർ ജനിച്ചത് അവരുടെ രൂപവും ഭാവവും പരാക്രമവും ഒക്കെ ആ കുരങ്ങന്മാർക്ക് ഉണ്ടായിരുന്നു. ദേവന്മാരുടെ, അതായത് പിതാക്കന്മാരുടെ സ്വഭാവം കുരങ്ങന്മാരിലും പ്രതിഫലിച്ചിരുന്നു. അതാണ് യസ്യ ദേവസ്യ, യാതൊരു ദേവൻ്റെ യദ്രൂപം, ഏതൊരു രൂപമോ വേഷമോ ഒക്കെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ പരാക്രമങ്ങൾ, ദേവന്മാരുടെ പരാക്രമങ്ങളൊക്കെ ഈ കുരങ്ങന്മാർക്കും നല്ലവണ്ണം അനുഗ്രഹിച്ചു കിട്ടിയിരുന്നു എന്നർത്ഥം. നമുക്ക് 20ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അജായത സമം തേന തസ്യ തസ്യ പൃഥക് പൃഥക് ഗോലാങ്കൂലേഷു ചോത്പന്നാഹ കിഞ്ചിതുന്നത വിക്രമാഹ. അങ്ങനെ വെവ്വേറെയായിട്ട് കൂട്ടങ്ങളായിട്ടാണ് ജനിച്ചത് കുരങ്ങന്മാർ. അപ്പോൾ അതിൽ വൃക്ഷങ്ങളുണ്ടായിരുന്നു, വാനരന്മാരുണ്ടായിരുന്നു, ഗോപുച്ഛങ്ങളുണ്ടായിരുന്നു.
അപ്പോൾ അതിൽ വച്ച ഏറ്റവും വലിയ ആക്രമണശീലമുണ്ടായിരുന്നത് ഈ ഗോപുച്ഛങ്ങൾക്കായിരുന്നു എന്നാണ് പറയണത്. അതാണ് അജായത സമം തേന തസ്യ തസ്യ പൃഥക് പൃഥക്. അവർ ഓരോരോ കൂട്ടങ്ങളും ഓരോരോ ദിക്കിൽ വെവ്വേറെ വെവ്വേറെയായിട്ട് ജനിച്ചു. അതിൽ വച്ച് ഗോലാങ്കൂലേഷു ച ഉത്പന്നാഹ. ഈ ഗോലാങ്കൂലങ്ങളായിട്ട് ആരൊക്കെ ജനിച്ചുവോ അവർക്ക് കിഞ്ചിത് ഉന്നത വിക്രമാഹ, അവയ്ക്ക് വിക്രമങ്ങൾ, പരാക്രമങ്ങൾ, മറ്റുള്ളവരെ ആക്രമിക്കുക എന്നുള്ളതൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെ വിവിധ രൂപത്തിലും ഭാവത്തിലും വലിപ്പത്തിലും സ്വഭാവത്തിലും ശക്തിയിലുമൊക്കെ വൈവിധ്യമുള്ളവരായിട്ടുള്ള ധാരാളം കുരങ്ങന്മാർ ഭൂമിയിൽ രാവണനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാവണനെ തോൽപ്പിക്കുന്ന ആ ഒരു സൈന്യത്തിൽ ചേരാൻ വേണ്ടിയിട്ട്, ശ്രീരാമനോടൊപ്പം ചേരാൻ വേണ്ടിയിട്ട് ഭൂമുഖത്ത് ജനിച്ചു എന്നാണ് പറയണത്. ഇനിയും വർണ്ണനകളുണ്ട്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. വരുണോ ജനയാമാസ സുഷേണം നാമ വാനരം, ശരഭം ജനയാമാസ പർജന്യസ്തു മഹാബല, മാരുതസ്യ ഔരസ ശ്രീമാൻ ഹനുമാൻ നാമ വാനര, വജ്രസംഹനനോപേദോ വൈനതേയ സമോജവേ, സർവവാനരമുഖ്യേഷു ബുദ്ധിമാൻ ബലവാനപി, തേ സൃഷ്ടാ ബഹുസാഹസ്രാ ദശഗ്രീവവധോദ്യതാഃ, അപ്രമേയ ബലാവീരാ വിക്രാന്താ കാമരൂപിണ, തേ ഗജാചലസംകാശാവപുഷ്മന്തോ മഹാബലാഃ, ഋക്ഷവാനരഗോപുച്ഛാ ക്ഷിപ്രമേവാഭിജജ്ഞിരേ, യസ്യ ദേവസ്യ യദ്രൂപം വേഷോ യശ്ച പരാക്രമഃ, അജായത സമം തേന തസ്യ തസ്യ പൃഥക് പൃഥക്, ഗോലാങ്കൂലേഷു ചോത്പന്നാഃ കിഞ്ചിതുന്നത വിക്രമാ. ഇവിടെ ശ്രീരാമൻ്റെ സൈന്യത്തിൽ ചേരാൻ വേണ്ടിയിട്ട് ധാരാളം വാനരന്മാർ ജനിച്ചു എന്ന് പറയുമ്പോഴും ഹനുമാനെ പറ്റിയിട്ടൊരു 2-3 വരി വർണ്ണിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. മറ്റൊരു കുരങ്ങന്മാരെ വർണ്ണിക്കാനും അത്ര എടുക്കണില്ല. ഔരസ പുത്ര എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ജനിച്ച പുത്രൻ എന്നാണ് അർത്ഥം. വായുദേവന് തൻ്റെ ശരീരത്തിൽ നിന്ന് ജനിച്ച പുത്രനാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റൊരു വാക്കാണ് ബഹുസാഹസ്രാഹ, ആയിരക്കണക്കിന്, 1-2 എന്നല്ല, ആയിരക്കണക്കിന് കുരങ്ങന്മാരാണ് ഭൂമിയിൽ സഞ്ജാതരായത് ദശഗ്രീവനെ, രാവണനെ തോൽപ്പിക്കാനായിട്ട്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.